മുല്ലക്കാനത്ത് പ്രവർത്തിക്കുന്ന രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യമായ ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും നിയമിച്ച് കിടത്തി ചികിത്സ പുനരാരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF രാജാക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലക്കാനം CHSE പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം KPCC അംഗം R. ബാലൻപിള്ള നിർവഹിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. 40 വർഷം മുൻപ് പ്രാഥമികാരോഗ്യ കേന്ദ്രമായി തുടങ്ങിയ ആതുരാലയത്തിൽ നാളിതുവരെയായിട്ടും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റു ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തിയിട്ടില്ലെന്നും ഗ്രാമപഞ്ചായത്ത് മുതൽ സംസ്ഥാനം വരെ ഇടതുപക്ഷം ഭരണം നടത്തുമ്പോൾ 6 പഞ്ചായത്തുകൾക്ക് ചികിത്സാ സഹായം ലഭിക്കേണ്ട ആശുപത്രിക്കെതിരെയുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചത്. മുല്ലക്കാനം ടൗണിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജാഥ ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞു. സമരം സിന്ദാബാദ്, നിങ്ങളറിഞ്ഞോ MLA, നിങ്ങളറിഞ്ഞോ MMണി, മുല്ലക്കാനം ആശുപത്രിയിലെ ചോദരി അവസ്ഥ അറിഞ്ഞോ MM. തുടർന്ന് മുല്ലക്കാനം ടൗണിൽ വെച്ച് നടത്തിയ ധർണ KPCC അംഗം R. ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു. വാഗ്ദാന ലംഘനങ്ങളുടെ പെരുമഴ മാത്രമാണ് ഈ ഗവൺമെന്റ് കൈമുതല്. നമുക്കറിയാതെ ഈ ആശുപത്രി താലൂക്ക് ആശുപത്രി ഉയർത്തുമെന്ന് പറഞ്ഞാരാ? കഴിഞ്ഞ പിണറായി വിജയന്റെ കാലത്ത് ശ്രീമതി ടീച്ചറാ ആരോഗ്യവകുപ്പ് മന്ത്രി അടിമാലി ഒന്ന് പ്രഖ്യാപിച്ചതാ. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി ഉയർത്തുമ്പോൾ രാജാക്കാട് CHSE താലൂക്ക് ആശുപത്രി ഉയർത്തുമെന്ന് അന്ന് കഴിഞ്ഞ 1ാം പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി അന്നത്തെ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഇന്നത്തെ MLA MM സാന്നിധ്യത്തെ പ്രഖ്യാപിച്ചതാ. എന്തുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചില്ല? ആരാണ് ഉത്തരവാദി? ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഉത്തരവാദി. അല്ലല്ലോ. പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള ആർജവം കാണിക്കണം, അല്ലെ പ്രഖ്യാപനം നടത്തുന്നത്. അത് മാത്രമാണോ സുഹൃത്തുക്കളെ? UDF ചെയർമാൻ CB കൊച്ചുവള്ളാട്ട് അധ്യക്ഷത വഹിച്ചു. കൺവീനർ ജോഷി കന്യാകുഴി, UDF ഭാരവാഹികളായ MP ജോസ്, ജമാൽ ഇടശ്ശേരിക്കുടി, ജോസ് ചിറ്റടി, KS ശിവൻ, OS ജോസഫ്, സുധീർ കോട്ടക്കുടി, ഷാജി അമ്പാട്ട്, കിങ്ങിണി രാജേന്ദ്രൻ, പുഷ്പലത സോമൻ, ബെന്നി പാലക്കാട്ട്, വിൻസു തോമസ്, TK സുജിത് എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.